ഇപ്പോഴാണ് ഷാജി കൈലാസിൻ്റെ മോൻ്റെ യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിൻ്റെ ഫാദറും, അതായത് ഷാജി കൈലാസിൻ്റെ മോനും ചേർന്നുള്ള ഒരു വീഡിയോ കാണാനിടയായി. അതായത് ഷാജി കൈലാസിൻ്റെ മൂവി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, വരവ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമയ്ക്ക് നമ്മുടെ പ്രമുഖ റിവ്യൂവേഴ്സ് എല്ലാവരും റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അവർ പ്രതികരിക്കുകയായിരുന്നു. അവർ ഏത് രീതിയിലാണ് ആ ഒരു റിവ്യൂസിനെ കാണുന്നതെന്നുള്ളതിൻ്റെ ഒരു പ്രതികരണമായിരുന്നു ആ വീഡിയോ. അപ്പോൾ അതിൽ പറയാനുള്ളത്, ഇത്തരത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള ഒരു ഇത്തരത്തിൽ എല്ലാ സംവിധായകരും പറയുന്നത് ഗുണം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ രണ്ട് സൈഡും അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. റിവ്യൂവേഴ്സ് പറയുന്ന കുറ്റവും, അപ്പോൾ ഈ സംവിധായകൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ സിനിമ എടുത്തു എന്നും മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിൽ ഈ സംവിധായകർ വന്ന് പറയുന്നത് ഗുണം ചെയ്യുമെന്ന് തോന്നി. അതുപോലെ മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് നല്ല ഈ നെഗറ്റീവ് റിവ്യൂസ് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷനുണ്ട്. അദ്ദേഹത്തിന് ആ നെഗറ്റീവ് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഫ്രസ്ട്രേഷൻ പോലെ അദ്ദേഹത്തിന് തോന്നി. അതുപോലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് പഴയ ആൾക്കാരെന്ന് പറഞ്ഞ് ഞങ്ങളെ തള്ളിക്കളയരുത്, മൂവി മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു പാഷനാണ് എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും ഏത് ഫീൽഡിലായാലും പല ആൾക്കാരും പറയും നിനക്ക് പ്രായമായി, നിന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, ഇങ്ങനെ ഈ നെഗറ്റീവ് റിവ്യൂസ് നെഗറ്റീവായിട്ടുള്ള കമൻസ് കേൾക്കുമ്പം ആളുകൾ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. അപ്പോൾ അദ്ദേഹം തന്നെ ആ റിവ്യൂ കേൾക്കുമ്പോൾ തന്നെ കേൾക്കണ്ടായല്ലോ, ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഈ നെഗറ്റിവിറ്റിയുടെ ഒരു കാലമാണ്. അപ്പോൾ ഈ നെഗറ്റിവിറ്റിയെ നമ്മൾ എപ്രകാരം അതിജീവിക്കുന്നു, ഈ നെഗറ്റിവിറ്റിയെ അതിജീവിക്കുന്നവർക്കാണ് മാത്രമാണ് സക്സസ്ഫുൾ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ പറ്റാത്തവർക്ക് ഒരിക്കലും മുൻപോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം ഏതായാലും പുതിയ സിനിമകൾ എടുക്കട്ടെ. പണ്ടും അദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഏകലവ്യൻ എന്ന് പറയുന്ന സിനിമ, ഞാനൊരു കൊച്ചുകുട്ടിയായിട്ടാണ് ആ സിനിമ കാണുന്നത്. അതിൽ സിദ്ദിഖിൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന മാധുവാണ്. അപ്പോൾ മാധു പ്രഗ്നൻ്റായ സ്ത്രീയെ ഒരു വടിവെച്ച് അടിക്കുന്നതൊക്കെ സീനുണ്ട്. ആസ് എ ചൈൽഡ് എനിക്കത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അതുപോലെ മാഫിയ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്ത് ഞാൻ പറഞ്ഞു കേട്ടതാണ്, ഞാൻ സിനിമ കണ്ടില്ല. എന്നുവെച്ചാൽ അതിനകത്ത് ഒരു സീനുണ്ടെന്ന് കേട്ടാണ് ആ സിനിമ എനിക്ക് കാണാൻ ഉള്ള ധൈര്യമില്ലായിരുന്നു. ആ സീനെന്ന് പറയുന്നത് നാക്ക് മുറിക്കുന്ന സീനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. അത് കാരണം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, എനിക്ക് കാണാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട്. പക്ഷെ അതർവൈസ് അദ്ദേഹത്തിൻ്റെ മൂവി മേക്കിംഗ് അദ്ദേഹത്തിന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, നമ്മൾ തന്നെ ആ സിനിമയിൽ ഇൻവോൾവ് ആയി പോവും എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മൂവി മേക്കിംഗ് വളരെ നല്ല മൂവി മേക്കിംഗ് ആണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും പുതിയ സിനിമകൾ, അദ്ദേഹം പറഞ്ഞ ഒരു പോയിൻ്റും ഉണ്ട്, പലരും അവർക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ അശ്വന്ത് കൊക്ക് എൻ്റെ മോശം റിവ്യൂ പറഞ്ഞ സിനിമകൾ തന്നെ ചില സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റിവ്യൂവേഴ്സ് മോശം പറയുന്നതും ചിലർക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഇപ്പോൾ കിങ് ഓഫ് കൊത്ത എന്ന മൂവിക്ക് അദ്ദേഹം വളരെ മോശം റിവ്യൂ പറഞ്ഞ ഒരു സിനിമയായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് കണ്ടിരിക്കാവുന്ന സിനിമയാണ്. നമ്മൾ ഈ നെഗറ്റീവ് കേട്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഇതാണല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ എന്ന് ശ്രദ്ധിക്കും. പക്ഷേ ഇത് നെഗറ്റീവ് കേട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫ്രഷായിട്ട് എൻ്റെ സിസ്റ്റർ സെയിം മൂവി കണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ്, ബോറടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ഷാജി കൈലാസ് പറഞ്ഞ ഒരു പോയിൻ്റ് എന്നോട് യോജിപ്പുണ്ട്. അതായത് ഒരു 5 ദിവസം കണ്ടില്ലെങ്കിൽ, ഈ സിനിമയുടെ ഈ ഒരു മൂവി റിവ്യൂ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6 ദിവസം കഴിഞ്ഞിട്ട് ആണ് ഈ റിവ്യൂ ഇടുന്നതെങ്കിൽ ഈ സിനിമയെ വലിയ രീതിയിൽ ബാധിക്കത്തില്ല. സിനിമയുടെ ഒരു പ്രശ്നം വരില്ല എന്നുള്ളത്. പക്ഷേ ഇനിയത്തെ കാലത്ത് അതൊന്നും നടക്കില്ല. അപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ തന്നെ ഇതിന് ഇത്തരത്തിലുള്ള നെഗറ്റീവ് റിവ്യൂസ് വരാൻ ചാൻസ് ഉണ്ടെന്നും അത്തരത്തിൽ സാമ്പത്തിക ബാധ്യത വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് വേണം സിനിമ എടുക്കാൻ. അപ്പോൾ അതായത് ഒരുപാട് പേരോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് എല്ലാവരോടും കൃത്യമായിട്ട് ഇത് ഫെയിലായി പോയാൽ നിങ്ങൾക്ക് ഇത്ര ബാധ്യത വരും എന്ന് തന്നെ പറഞ്ഞ് അത്തരത്തിൽ മൂവി എടുക്കുകയാണെങ്കിൽ ആർക്കും പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും. അതുപോലെ നെഗറ്റീവ് റിവ്യൂ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ
സംവിധായകർ മൂവി എടുക്കണം. അതായത് ഒരാൾ മോശം പറഞ്ഞു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പഴയ ആളാണ് എന്ന് പറയുന്നത് കുറച്ച് മനുഷ്യർ അങ്ങനെ പറയും. അത് നെഗറ്റിവിറ്റിയുടെ കാലമാണിത്. അപ്പോൾ അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ജോലി ചെയ്യുന്നത് നിർത്തരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ ജോലി ചെയ്യുന്നത് കണ്ടിന്യൂ. അദ്ദേഹം പറഞ്ഞ ഒരു പോയിൻറ്റും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ സിനിമ എടുക്കും. അദ്ദേഹത്തിൻ്റെ പാഷനാണ് മൂവി മേക്കിംഗ് എന്നുള്ളത്. അപ്പം ആരായാലും ഏത് ഫീൽഡിലായാലും നമ്മുടെ പാഷനെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടും പലരും പറയും. അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്നവർക്ക് മാത്രമേ നമുക്ക് നമ്മൾക്ക് മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് അത്രയും പറയാനുള്ളൂ അതിനെപ്പറ്റി.